തീ പിടിച്ചവരിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കേട്ടതിൻ്റെ ബാക്കി ജിമ്മി ലില്ലി ദമ്പതികൾ ഒരുമിച്ച് കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന ആ സമയത്ത് അവരുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ള തീക്ഷ്ണമായ അനുഭവങ്ങൾ നമ്മൾ ഈ ആഴ്ച കേൾക്കുകയാണ്. ഒരിക്കൽ കൂടെ സ്വാഗതം. ജീവിതം നിങ്ങൾ വിദേശത്തേക്ക് അബുദാബിയിലേക്ക് പിന്നെ പറിച്ചു നടുകയാണ്. അവിടെ നിന്നാണ് ശരിക്കും നിങ്ങളുടെ ആ ഒരു ജീവിതത്തിന്റെ രണ്ടാം ഘട്ടം എന്ന് പറയത്തക്ക രീതിയിൽ ആരംഭിക്കുന്നത് അല്ലേ? അവിടെ ചെന്നതിന് ശേഷം എങ്ങനെയാണ് ഈ ആത്മീയ തീക്ഷ്ണതയിൽ തന്നെ മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചത്? അവിടെയും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു? വിളി തിരിച്ചറിഞ്ഞു കുടുംബജീവിതത്തിലേക്ക് ആണെന്നുള്ളത് വന്നു. നമ്മൾ ആ അവസരത്തിലാണ് നമ്മൾ മസ്കറ്റിൽ നിന്ന് വരുമ്പോൾ നമ്മളൊരു ധ്യാനം കൂടുന്ന ദൈവത്തിൻ്റെ റിയാലിറ്റി അതൊരു അനുഭവമായി മാറിയത് അതിലാണ്, ആ ധ്യാനത്തിലാണെന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ ഞങ്ങൾക്ക് ജീവിത പങ്കാളിയും ഒരു മകനും ഡൽഹിയിൽ, ഞാൻ മസ്കറ്റിൽ, ഇതിൽ ഉപരിയായിട്ട് ഞങ്ങൾക്ക് ഒരുമിച്ചാക്കണമെന്ന വലിയ ആഗ്രഹമുണ്ടായിരുന്നു. ഞങ്ങളുടെ ആ കുടുംബജീവിതത്തിലും ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കണമെന്നുണ്ടെങ്കിൽ അത് വളരെ അത്യാവശ്യമാണെന്നുള്ള ചിന്തയും ഇതുണ്ടായിരുന്നു. അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു. പക്ഷേ ഞാൻ ആയിരുന്ന കമ്പനിയിൽ അതിൻ്റേതായ പോസ്റ്റുകളുടെ അനുസരിച്ചിലാണ് നമ്മൾക്ക് ഫാമിലി സ്റ്റാറ്റസ് കിട്ടാൻ യാതൊരു സാഹചര്യവും ഉണ്ടായില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥയിലാണ് എനിക്ക് ഫാമിലി സ്റ്റാറ്റസ് തരാൻ തന്നെ ആയിട്ട് അവർ എന്നെ ഖത്തറിലെ ഓഫീസിലോട്ട് അവിടുത്തെ ചാർജായിട്ട് വിട്ടു. അവിടുത്തെ ചാർജായിട്ട് വിട്ടെങ്കിലും അവിടെ 2 മാനേജേഴ്സ്, ഒന്ന് ഓണറിൻ്റെ സഹോദരനും 2 വേറൊരു ജനറൽ മാനേജറും ഉണ്ടായിരുന്നു. അവർ തമ്മിലുള്ള ക്ലാഷിൽ എൻ്റെ എല്ലാ ഫങ്ഷനിങ്ങും എനിക്ക് ബുദ്ധിമുട്ടായി മാറി. ഫാമിലി കൊണ്ടുവരാനും എല്ലാനും ഒരാൾ അപ്രൂവ് ചെയ്താൽ വേറൊരാൾ അപ്രൂവ് ചെയ്യില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ വളരെ പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോൾ, എന്നാൽ വിളിയിൽ കുറിച്ചുള്ള ആ തീക്ഷ്ണതയും എങ്ങനെയായാലും പോരണമെന്ന്. അപ്പം ഞാൻ ഒരു പ്രാവശ്യം അവധിക്ക് പോരുമ്പോൾ, ഖത്തറിൽ നിന്ന് അവധിക്ക് പോരുമ്പോൾ ഇമ്മീഡിയറ്റ്ലി ഞാൻ ദുബായ് വരെ ഒരു വിസിറ്റ് എടുത്തു കഴിഞ്ഞിട്ട് അവിടെ ജോലിക്ക് ശ്രമിച്ചു. എനിക്കൊരു ജോലി വിത്തിൻ 15 ദിവസം കൊണ്ട് എനിക്ക് അവിടെ ഒരു ജോലി കിട്ടി. അപ്പോൾ ജോലിയിൽ ഏക കണ്ടീഷൻ ഞാൻ അവരോട് പറഞ്ഞത് ഫാമിലി കൊണ്ടുവരാൻ സാധിക്കണം, അതിനനുസരിച്ചുള്ള എഗ്രിമെൻ്റ് ഉണ്ടാക്കണം. 4000 ദിർഹം ഉണ്ടെങ്കിൽ ഫാമിലി അവിടെ സ്റ്റാറ്റസ് കിട്ടുള്ളൂ. അതാണ് പറഞ്ഞിരുന്നത്. അതെല്ലാം എഗ്രി ചെയ്തുകൊണ്ടാണ് എനിക്ക് വിസ അവരെടുത്തത്. എങ്കിലും ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരുടെ എല്ലാ രൂപങ്ങളും മാറി, അത് കിട്ടാൻ പറ്റാത്ത സാഹചര്യമാണ്. അപ്പോഴാണ് എനിക്ക് 2 വർഷം കഴിയാതെ, അല്ലെങ്കിൽ 1 വർഷം മിനിമം കഴിയാതെ വേറെ ജോലിയിലേക്കൊന്നും എനിക്ക് റിലീസ് കിട്ടില്ല, മാറാനും പറ്റില്ല. അങ്ങനെ ഒരു റൂള് അവിടെ ഉള്ളപ്പോഴാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ മാതിരി ഒരു അമ്നസ്റ്റി ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഡിക്ലെയർ ചെയ്തു എന്ന് പറയുന്നത്. ആ അമ്നസ്റ്റിയിൽ സാധ്യതകൾ തെളിഞ്ഞു. അതനുസരിച്ച് ഞാൻ ജോലിക്ക് നോക്കി. എനിക്ക് നല്ലൊരു ജോലി കിട്ടി, പേപ്പേഴ്സ് എല്ലാം റെഡിയായി. എങ്കിലും കറണ്ട് സ്പോൺസറിൽ നിന്ന് എനിക്കൊരു സിഗ്നേച്ചർ വേണം, എന്നാലേ എൻ്റെ റിലീസ് പാസ്സാകുള്ളൂ. മുമ്പ് എനിക്ക് മാറാനുള്ള സാധ്യത തെളിഞ്ഞു. പക്ഷേ കറണ്ട് സ്പോൺസറിൽ നിന്ന് റിലീസിന് പേപ്പർ വേണമായിരുന്നു. പക്ഷേ അത് ഇല്ലാത്ത ഒരവസ്ഥയെ പുള്ളി പറഞ്ഞു അത് പറ്റില്ല എന്നുള്ള വിധത്തിൽ പുള്ളി റിജക്റ്റ് ചെയ്ത് തുടങ്ങി. അങ്ങനെ റിജക്റ്റ് ചെയ്ത് തുടങ്ങിയപ്പോൾ ദൈവം പ്രവർത്തിച്ച വലിയൊരു അത്ഭുതം. ഞങ്ങൾ മുട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചു, ഓരോ ദിവസങ്ങളിലും പ്രാർത്ഥിച്ചു. പക്ഷേ ഈ മനുഷ്യൻ്റെ മനസ്സ് ഒരു വിധത്തിലും ആയിരുന്നില്ല. പുള്ളിയുടെ ആ ഓണറിൻ്റെ ഭാര്യയും ഇടയ്ക്ക് ഓഫീസിൽ വരുമായിരുന്നു. ഒരു ദിവസം ഓഫീസിൽ വന്നപ്പോൾ ഞാൻ ടോട്ടലി എൻ്റെ എല്ലാവിധ ഇതുകളും കാണിച്ച് പണി ചെയ്യാതെ ഒന്ന് ഇരിക്കുകയായിരുന്നു. ആ പുള്ളിക്കാരി വിളിച്ച് ചോദിച്ചു എന്ത് പറ്റിയത്. ആ അവസരത്തിൽ പിറ്റേ ദിവസം വന്നിട്ട് അവർ തമ്മിൽ സംസാരിച്ചതിന് ശേഷം പിറ്റേ ദിവസം അമ്നസ്റ്റി അവസാനിക്കുന്ന ദിവസമാണ്. അന്ന് എനിക്ക് ആ പേപ്പർ റിലീസ് ചെയ്ത് തന്നാലും അതുകൊണ്ട് ഞാൻ ദുബായ് ഓഫീസിൽ ആ പേപ്പർ സബ്മിറ്റ് ചെയ്ത് അവിടെ നിന്ന് ക്യാൻസലേഷൻ കഴിഞ്ഞ് എനിക്ക് അബുദാബിയിൽ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്താലേ എൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ അവർക്ക് 100% അറിയാം ജിമ്മി പോവില്ല എന്നുള്ളത്.
അതുകൊണ്ട് അവർ അന്ന് പിറ്റേ ദിവസം കാലത്ത് എന്നെ വിളിച്ചിട്ട്, ലാസ്റ്റ് ഡേ കാലത്ത് വിളിച്ചിട്ട് പുള്ളി ഒരു 9 മണിയായപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ എൻ്റെ പേപ്പേഴ്സ് കൊണ്ടാ, നീ ഇനി ദുഃഖിച്ചു വന്നിരിക്കണ്ട, നീ പോണെങ്കിൽ പോയിക്കോ എന്ന് പറഞ്ഞ വിധത്തിൽ പുള്ളി എനിക്ക് പേപ്പേഴ്സ് സൈൻ ചെയ്തു വന്നു. എനിക്കറിയാം അത് ഒന്നും നടക്കില്ല. പക്ഷെ എൻ്റെ ജീവിത പങ്കാളി അത്ര സ്ട്രോങ് ആയിരുന്നു. എന്നോട് പറഞ്ഞു, കുട്ടു പോയിക്കോ, പേപ്പേഴ്സ് റെഡിയാക്കി, സമയമൊന്നും നോക്കണ്ട, ദൈവം പ്രവർത്തിച്ചോളും, പോയിക്കോളാൻ പറഞ്ഞു. ഞാൻ ആ പേപ്പേഴ്സ് വാങ്ങി 11:30-12 മണി കഴിഞ്ഞ് എനിക്ക് ദുബായിൽ നിന്ന് റിലീസ് സൈൻ ചെയ്തിട്ട് ആ പേപ്പർ കൊണ്ട് എനിക്ക് അബുദാബിയിൽ സബ്മിറ്റ് ചെയ്യണം. അന്ന് തേഴ്സ്ഡേ ആയിരുന്നു, ഹാഫ് ഡേയുടെ ദിവസമാണ്. അതുകൊണ്ട് 12 മണി 1 മണിയോടുകൂടി ഓഫീസസ് ക്ലോസ് ആവും. ഒന്നും നടക്കില്ല. എപ്പോഴും എനിക്ക് കർത്താവിൻ്റെ ധൈര്യം പാടുന്നുണ്ട്. ഇവിടെ തിരി കത്തിച്ച് പിടിച്ച് വെച്ച് പ്രാർത്ഥിച്ചു. ഞാൻ ടാക്സിക്ക് അബുദാബിക്ക് പോയി. അബുദാബി അന്ന് ലാസ്റ്റ് ദിവസമായതുകൊണ്ട് അത്ര റഷും പേപ്പർ സബ്മിറ്റ് ചെയ്യാനും ഉണ്ടായിരുന്നുകൊണ്ട് അന്ന് ഉച്ച എന്നുള്ളത് അവർ ഫുൾ ഡേ ആക്കി മാറ്റി. ഫുൾ ഡേ ആക്കി മാറ്റിയിലും ഇത് ഞാൻ പറയുന്നത് എനിക്ക് വേണ്ടി ദൈവം ചെയ്ത് പ്രവർത്തിച്ച അത്ഭുതമാണെന്ന് ഞാൻ 100% വിശ്വസിക്കുന്നു. എൻ്റെ ആയിരുന്നു ലാസ്റ്റ് പേപ്പർ സബ്മിറ്റഡ്. അതോടുകൂടി അവർ വിൻഡോ ക്ലോസ് ചെയ്തു. ഇതെല്ലാം എന്നെ ദൈവസ്നേഹത്തിൻ്റെ നിറവിലോട്ടും ദൈവം എന്ന റിയാലിറ്റിയിലോട്ട് പിന്നെ വളർത്തുകയായിരുന്നു. പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. അങ്ങനെ ഭാര്യയും കുഞ്ഞും കൂടെ അബുദാബിയിൽ എത്തി. അബുദാബിയിൽ എത്തിയതിന് ശേഷവും പ്രതിസന്ധികൾ പലതും വന്നു. എനിക്ക് കിട്ടിയ കമ്പനിയിൽ എൻ്റെ കോസ്റ്റ് കൂടുതലാണെന്ന് പറഞ്ഞിട്ട് എന്നെ ടെർമിനേറ്റ് ചെയ്യാനുള്ള ഒരു ചിന്ത അവിടെ മാനേജ്മെൻറ്റിൽ വന്നു. അതനുസരിച്ച് അവർക്ക് ഇപ്പോൾ CA കാര്യവും എല്ലാവരും അതിലും കുറവായ സാലറിയിൽ കിട്ടുന്ന ഒരവസ്ഥ വന്നു 2 വർഷം കഴിഞ്ഞപ്പോഴേക്കും. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ എന്നെ ടെർമിനേറ്റ് ചെയ്യുക എന്നുള്ളത് വന്നു. അങ്ങനെ ഒരവസ്ഥയിൽ വന്നപ്പോഴും ഞാൻ റെസിഗ്നേഷൻ ടൈപ്പ് ചെയ്ത് കൊടുത്ത് പിറ്റേ ദിവസം അതിൻ്റെ ഇടയിൽ അപ്പോൾ അങ്ങനെ ഒരു ചിന്ത വന്നപ്പോൾ ഞാൻ വീണ്ടും കർത്താവിൽ ആശ്രയിച്ചു. ഞാൻ അതോടൊപ്പം തന്നെ മാനുഷികമായ തലങ്ങളിലും നോക്കി. അപ്പോൾ നോക്കിയപ്പോൾ എന്താണ്, എനിക്ക് കുവൈറ്റിലൊരു ജോലി കിട്ടി. നല്ല ജോലിയായിരുന്നു. പക്ഷെ ഫാമിലിനെ കൊണ്ടുപോകാൻ പറ്റില്ല. ഞങ്ങളുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ നല്ലൊരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. പ്രാർത്ഥിച്ചു. അപ്പോൾ ഒരു സിസ്റ്ററിന് ഒരു വിഷൻ കിട്ടി, നിങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നതെ കാണുന്നത്, എങ്ങനെയായാലും ഇവിടെ നിന്ന് പോവില്ല. പക്ഷെ സാധ്യതകളൊന്നും എനിക്ക് കാണുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരുമിച്ച് ആണെങ്കിലും എന്നെ ഒരു മാസത്തിനുള്ളിൽ ടെർമിനേറ്റ് ചെയ്യും. അങ്ങനെ ഞാൻ ഇവിടുത്തെ ജോലിയായി, എല്ലാ പോലീസ് ക്ലിയറൻസുമായി, അവർക്ക് കുവൈറ്റിൻ്റെ പേപ്പർ കൊടുക്കുന്നതിന് മുമ്പ് ഇവിടുത്തെ റെസിഗ്നേഷനായിട്ട് ഞാൻ എല്ലാം സൈൻ കമ്പ്യൂട്ടറിലിട്ട് ഞാൻ പിറ്റേ ദിവസം വന്ന് പ്രിൻ്റ് എടുക്കാൻ പോണ സമയത്ത് അവിടുത്തെ കറണ്ട് പോയി. ഒരിക്കലും സംഭവിക്കാത്ത ഓഫീസിൽ ഫുള്ളായിട്ട് കറണ്ട് പോയി. എനിക്ക് പ്രിൻ്റ് എടുക്കാൻ പറ്റില്ല. തലേദിവസം അവർ തീരുമാനിച്ചിട്ടുണ്ടാവും എന്തായാലും എൻ്റെ റെസിഗ്നേഷൻ ഡിലേ ആക്കി. ഈ സമയത്ത് മാനേജ്മെൻറ്റിൽ നിന്ന് എൻ്റെ ജനറൽ മാനേജർ വന്ന് എന്നോട് ചോദിക്കുക, നിനക്ക് ഇത് മുഴുവൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ലേ? എൻ്റെ മുകളിലുള്ള ഒരാളെ, അന്നത്തെ ഫൈനാൻസ് മാനേജർ ആയിരുന്ന ആളെ ടെർമിനേറ്റ് ചെയ്യുക. അവർക്ക് കോസ്റ്റായിരുന്നു പ്രോബ്ലം, എൻ്റെ പണിയല്ലായിരുന്നു പ്രോബ്ലം, കോസ്റ്റായിരുന്നു പ്രോബ്ലം. അവർ അങ്ങനെ ഒരു ചിന്ത കൊണ്ടുവന്നിട്ടു. അപ്പോൾ എൻ്റെ റെസിഗ്നേഷൻ അവിടെ നിന്നു. എന്ന് വെച്ചാൽ മറ്റേ പുള്ളിയും കാനഡയ്ക്ക് പോകാനുള്ള എല്ലാ തയ്യാറെടുപ്പിലും പുള്ളിയുടെ പേപ്പേഴ്സൊക്കെ പ്രോസസ്സായിരുന്നു. അപ്പോൾ ദൈവം അതിനോട് തടയിട്ടു. എനിക്ക് ഇൻക്രിമെന്റ് അപ്പോൾ കുവൈറ്റിലൊക്കെ പോണ്ട എന്ന് തീരുമാനിച്ചു. എങ്കിലും എൻ്റെ കോസ്റ്റ് ഫാക്ടർ ആയതുകൊണ്ട് അവർക്ക് എനിക്ക് ഇൻക്രിമെൻ്റ് ഒന്നും തരാൻ അവർക്ക് തീരുമാനം ഉണ്ടായില്ല. അപ്പോൾ ഞാൻ ഫൈനാൻഷ്യലി അതേമാതിരി ക്രഷ് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയാണ്. കുവൈറ്റിലെ ഓഫറും നിൽക്കുന്നു. ഒരു മാസത്തോളം എനിക്ക് ഒരു ഇൻക്രിമെൻറ്റും തന്നില്ല. എന്നെ കൊണ്ട് ശരിക്കും പണിയെടുപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയിൽ നമ്മൾ വീണ്ടും തീരുമാനിച്ചു ഇത് നമ്മൾ റിസൈൻ ചെയ്യുക എന്നുള്ള വിധത്തിൽ. ഇൻക്രിമെൻ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അപ്പോഴും ദൈവം പ്രവർത്തിച്ചു. വേറൊരു വ്യക്തി, എന്നെ താഴെ ആയിരുന്ന ഒരു വ്യക്തി, പുള്ളി ഓട്ടോമാറ്റിക്കലി ഒരു ചെറിയ കറപ്ഷൻ കാര്യങ്ങൾ ചെയ്തു, ക്യാഷിൽ ഇത് ചെയ്ത് പുള്ളിനെ ടെർമിനേഷൻ, ഇമ്മീഡിയറ്റ് ടെർമിനേഷൻ ആയിരുന്നു. ആ ഇമ്മീഡിയറ്റ് ടെർമിനേഷൻ സമയത്ത് ഞാൻ മാത്രമേ പിന്നെ അവിടെ പണിക്കുള്ളൂ.
അത്ര സിൻസിയറായിട്ട് ചെയ്യുന്നത്. അപ്പൊ പിന്നെ നമ്മളെ ടെർമിനേറ്റ് ചെയ്യാൻ ഒരു തരത്തിലും ഒരു വിധത്തിലും അവർക്ക് സാധിക്കില്ലാത്ത അവസ്ഥ മാത്രമല്ല, എന്നെ വേണം എന്നുള്ള ഒരവസ്ഥയെ അത് ദൈവം ഉണ്ടാക്കിയ ഒരു അവസ്ഥയെ സാഹചര്യങ്ങളെ ദൈവം നമുക്ക് അനുകൂലമാക്കി. ഞാൻ പിന്നീട് നിങ്ങൾ എങ്ങനെയാണ് ഈ ശുശ്രൂഷയുടെ ഒരു തലത്തിലേക്കൊക്കെ കടന്നത്? അപ്പോൾ അതോടുകൂടി എനിക്ക് ഓഫീസിൽ കാര്യങ്ങളായിട്ട് ഒത്തിരി അതോറിറ്റിയും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ, പള്ളിയുമായിട്ട് ഞങ്ങൾ ഭക്തിയിൽ അബുദാബിയിൽ വന്നപ്പോൾ അവിടുത്തെ കൂട്ടായ്മയായിട്ടും എല്ലാ കാര്യങ്ങളിലും ഡെയിലി കുർബാനയും എല്ലാവരുമായിട്ട് നമ്മൾ അതിനും ദൈവം ഒരു സഹോദരനെ ഞങ്ങൾക്ക് കൊണ്ടുവന്ന് എല്ലാ ദിവസവും ഞങ്ങളെ പള്ളിയിൽ കൊണ്ടുപോകാനായിട്ട് അങ്ങനെയെല്ലാം പോകുന്ന സമയത്ത് ഒരു ദിവസം അവിടുത്തെ ഞങ്ങളുടെ മലയാള കമ്മ്യൂണിറ്റിക്ക് ചാർജായിരിക്കുന്ന അച്ഛൻ വിളിച്ചിട്ട്, ജിമ്മി നിനക്ക് കോട്ടീമിൽ ചേരാൻ സാധിക്കുമോ എന്ന് ഉള്ള വിധത്തിൽ എനിക്കൊരു ഇൻവിറ്റേഷൻ, അത് ദൈവത്തിൻ്റെ ഒരു വിളിയായിരുന്നു. അച്ഛനിപ്പോൾ ജോസഫ് സോളമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പിച്ചൻ മിഷൻ്റെ ലാറ്റിൻ പ്രൊവിൻഷ്യലാണ് ഇപ്പോൾ ഇവിടെ നമ്മുടെ കളമശ്ശേരിയിൽ. അച്ഛൻ വിളിച്ചിട്ട് അങ്ങനെ ചോദിച്ചു, ഞാൻ ഓക്കെ പറഞ്ഞു. പക്ഷേ എന്നാൽ ഞാൻ വ്യക്തിപരമായിട്ട് പ്രാർത്ഥനാ ശുശ്രൂഷകളിലോ അല്ലെങ്കിൽ വചനപ്രഘോഷണത്തിലോ ഒന്നും ഉള്ള ഒരു വ്യക്തിയായിരുന്നില്ല. പക്ഷേ അച്ഛനിലൂടെ ദൈവം എന്നെ വിളിച്ചു. അതിൽ ഞാൻ ഒത്തിരിയേറെ ഇൻവോൾവ്ഡായി. ഒത്തിരി സഭയുടെ പ്രവർത്തനം എന്താണെന്ന് വെച്ചാൽ ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ദൈവത്തിൻ്റെ പദ്ധതി. അതാണ് എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം. ആ ബോധ്യം എനിക്കുണ്ട്. പക്ഷേ അതിനുള്ള അവസരങ്ങൾ ദൈവം ആ വിളിക്കനുസരിച്ച് തുറന്നു തരികയായിരുന്നു. പിന്നീട് ഞാൻ ഒത്തിരിയേറെ സഭയുടെ പഠനങ്ങളിലൂടെ ഇതെല്ലാം ഞങ്ങളുടെ ഗ്രൂപ്പുകളിലൂടെ പോകും. ഞങ്ങൾ ഒത്തിരിയേറെ കിലോമീറ്ററുകൾ താണ്ടി നമ്മൾ വചനപ്രഘോഷണം അബുദാബിയിൽ നിന്ന് റുവൈസിൽ ഞങ്ങൾ എല്ലാ ആഴ്ചകളിലും പോകുമായിരുന്നു. അബുദാബിയിൽ നിന്ന് മറ്റെല്ലാ എമിറേറ്റ്സുകളിലും നമ്മൾ പോയി വചനം പറയുമായിരുന്നു. കൂട്ടായ്മ വലുതാക്കാനായിട്ടും പ്രാർത്ഥനയിലെല്ലാം വളരെ ആക്റ്റീവായിട്ട് ഞങ്ങൾ വന്നു. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പിന്നത്തെ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവമഹത്വം എവിടെയായിരുന്നാലും ജോലി കാര്യങ്ങൾ എല്ലാം ദൈവം നടത്തിക്കൊള്ളും. ജോലിയുടെ ഒപ്പം തന്നെ മുന്നോട്ട് കൊണ്ടുപോയി. അത് മാത്രമല്ല ബോധ്യം മുഴുവൻ ഇതിനായിട്ടാണ് വിളി. അപ്പം നിന്നെ ഒരു സ്ഥലത്താക്കിയിട്ടുണ്ടോ അത് ദൈവമഹത്വത്തിനായിട്ടാണ്, ദൈവത്തിൻ്റെ പ്രവർത്തികൾക്ക് ആയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ അബുദാബിയിൽ നമ്മുടെ കത്തീഡ്രൽ പള്ളിയുണ്ട്. അതിനോട് ചേർന്ന് നമുക്ക് ഒത്തിരി ലേബർ ക്യാമ്പുകൾ, കുർബാന ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ഒത്തിരി അവസ്ഥകളിലുള്ള ഒത്തിരി ക്യാമ്പുകളിൽ സമയം വേസ്റ്റാക്കി അല്ലെങ്കിൽ മറ്റ് ഇതിലെല്ലാം പങ്കെടുത്ത് സമയം വേസ്റ്റാക്കുന്ന ഒത്തിരി അവസ്ഥകളുള്ള ക്യാമ്പുകളുണ്ട്. സാഹചര്യം അവരാരെയും നമുക്ക് കുറ്റം പറ്റാൻ പറ്റില്ല. സാഹചര്യങ്ങൾ അങ്ങനെയാണ്. പക്ഷേ ഞങ്ങളുടെ ക്യാമ്പുകളിലെല്ലാം ഞങ്ങൾക്ക് പ്രാർത്ഥനാ ഗ്രൂപ്പ് തുടങ്ങാനും ഒരു റൂം പ്രത്യേകമായിട്ട് പ്രാർത്ഥനാ റൂമായിട്ട് കൊടുക്കാനും അന്ന് ദൈവം എന്നെ അനുവദിച്ചു. അതിനുള്ള അധികാരം ദൈവം എനിക്ക്, അതാണ് ദൈവം നമ്മെ എവിടെയാക്കുന്നു അത് ദൈവമഹത്വത്തിന് പദ്ധതിയുണ്ട്. ആ പദ്ധതിക്ക് അനുസരിച്ച് ഒരു പ്രാർത്ഥന ആ ഏരിയയിലുള്ള ക്യാമ്പുകളിലുള്ള എല്ലാവർക്കും വരാനായിട്ട് നമുക്ക് ഒരു പ്രാർത്ഥനാ റൂം തുറന്നു കൊടുക്കാൻ സാധിച്ചു. ആ ക്യാമ്പിൽ തന്നെ നോയമ്പിൻ്റെ സമയത്ത് അച്ഛന്മാർ വന്ന് കുമ്പസാരത്തിനുള്ള സൗകര്യങ്ങൾ അവിടെ ഏർപ്പെടുത്താൻ സാധിച്ചു. ജീസസ് യൂത്തിൻ്റെ മേൽനോട്ടത്തിൽ അവിടെ ഒത്തിരിയേറെ എല്ലാ വർഷവും ധ്യാനങ്ങൾ സംഘടിപ്പിക്കാൻ പാപ്പച്ചൻ പള്ളത്തോടത്തും ജോർജ് കുന്നമ്പുറം അവരൊക്കെ വന്ന് ധ്യാനങ്ങൾ സംഘടിപ്പിക്കാൻ, അങ്ങനെ ഒരു ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവികതയിലേക്ക് തിന്മയിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ അവരെയെല്ലാം ചേർത്ത് നിർത്തുവാനും ആയിട്ട് ദൈവം UAE മൂവ്മെൻറ്റിൽ ഒത്തിരിയേറെ എന്നെ അതിന് ഉപകരണമാക്കി മാറ്റാൻ സാധിച്ചു എന്ന് പറയും. ഇതിനിടയിൽ ചേച്ചിയുടെ റോൾ എന്തായിരുന്നു? ശരിക്കും സുവിശേഷം പ്രഘോഷിക്കുമായിരുന്നോ? ചെയ്യുമായിരുന്നു. തുടക്കത്തിലൊക്കെ ഞങ്ങൾ ഈ കരിസ്മാറ്റിക് നവീകരണത്തിലേക്ക് വന്ന് കുറച്ച് കഴിഞ്ഞിട്ടാണ്. അവിടെയും ഇങ്ങനെ ഈ എല്ലാ വർഷവും ഈ 3 ദിവസത്തെ അവധിയുണ്ടല്ലോ ഈദിൻ്റെ, ആ അവധി ദിവസങ്ങളിൽ അവിടെ ധ്യാനം നടത്തുമായിരുന്നു. അപ്പോൾ താമസിച്ചുള്ള ധ്യാനം സാധാരണ ഷാർജയിലാണ് ആ കാലഘട്ടത്തിലൊക്കെ നടന്നത്. അപ്പം എല്ലാ വർഷവും പോയി അതിലൊക്കെ അറ്റൻഡ് ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു 96-97 കാലഘട്ടം തൊട്ട് ഞങ്ങൾ കരിസ്മാറ്റിക് നവീകരണത്തിൽ സജീവമായിട്ട് പങ്കെടുക്കാൻ തുടങ്ങി.
അങ്ങനെ ഇരുന്നപ്പോൾ ആണ് എൻ്റെ ഒരു സുഹൃത്ത്, ഞങ്ങളുടെ നാട്ടുകാരി തന്നെയാണ്, പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പ്രാർത്ഥന ആ പുള്ളിക്കാരി നേഴ്സാണ്. അപ്പോൾ അവധി കിട്ടുമ്പോൾ ഒക്കെ ഞങ്ങൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. എനിക്ക് തുടക്കത്തിൽ കുറച്ച് കാലം ജോലി ഇല്ലാതിരുന്ന ഒരു സമയമുണ്ട്. അപ്പം ജോലി ഇല്ലാത്ത സമയത്തൊക്കെ പുള്ളിക്കാരിക്ക് അവധിയാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നുകിൽ അവരുടെ വീട്ടിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിലിരുന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ആ പ്രാർത്ഥന ഞങ്ങളെ ഒത്തിരി വളർത്തി. അതോടൊപ്പം തന്നെ ആ കൂട്ടായ്മയിൽ ഞങ്ങൾ ആദ്യം 2 പേര് തുടങ്ങിയെങ്കിൽ അതിലേക്കൊരു പിന്നീട് കുറേ ആൾക്കാർ ലേഡീസ് കടന്നു വരുവാനും വീട്ടിൽ ജോലിയില്ലാതിരിക്കുന്ന ലേഡീസൊക്കെ കടന്നു വന്ന് ഞങ്ങളൊരു 10-25ഓളം വ്യക്തികൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെയാണ് ഞങ്ങളുടെ ശരിക്കും ആത്മീയ ജീവിതത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. പിന്നീട് കരിസ്മാറ്റിക് കൂട്ടായ്മയായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. അത് ആ കാലഘട്ടത്തിലാണ് നമ്മുടെ പനക്കലച്ചൻ വന്ന് അവിടെ ഒരു ധ്യാനം നടത്തിയേച്ച് ഇവിടെ സെല്ലുകൾ ഫോം ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം ഈ ഒരു ലേഡീസ് സെല്ല് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഓരോ ഏരിയ തിരിച്ച് സെൽ ഗ്രൂപ്പുകൾ ഫോം ചെയ്തു. അങ്ങനെ ആ ഒരു ഞങ്ങളുടെ ഏരിയയിൽ ഒരു സെൽ ഗ്രൂപ്പൊക്കെ ഫോം ചെയ്യാനൊക്കെ ദൈവം എന്നെയും ഉപകരണമാക്കി. പിന്നെ ഈ കാലഘട്ടത്തിൽ എനിക്ക് ജോലി ശരിയായി. ജോലിയൊക്കെ കിട്ടിയെങ്കിലും എനിക്ക് ഓഫീസിൽ ഒത്തിരി സഹനങ്ങളുണ്ടായിരുന്നു. അന്നൊന്നും എനിക്ക് തുടക്കത്തിലൊന്നും അറിയത്തില്ല ഇത് എന്തിനാ ദൈവം ഇങ്ങനെ എന്നെ പരീക്ഷിക്കുന്നതെന്ന് എനിക്ക് ചിലപ്പോൾ ഒക്കെ തോന്നിപ്പോയിട്ടുണ്ട്. ചിലപ്പോൾ ഒത്തിരി ഇരുന്ന് കരയുകയൊക്കെ ചെയ്യുമായിരുന്നു. കാരണം ചെയ്യാത്ത തെറ്റുകളൊക്കെ എൻ്റെ മേൽ ആരോപിച്ചൊക്കെ ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ട്. എന്നെ പരസ്യമായിട്ട് കളിയാക്കുകയൊക്കെ ചെയ്യും. വലിയ പ്രാർത്ഥനാകാരിയാണെന്നൊക്കെ പറഞ്ഞൊക്കെ കളിയാക്കുന്ന അവസ്ഥയിൽ കൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ട്. പക്ഷേ അതെന്നെ കർത്താവ് ശുശ്രൂഷകൾക്കായി ഒരുക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. പിന്നീട് കരിസ്മാറ്റിക്കിൻ്റെ കൂട്ടായ്മയിലൊക്കെ പ്രൈസ് ആൻഡ് വർഷിപ്പ് നടത്താനും ആരാധന, ഞങ്ങൾക്ക് മാസത്തിലൊരു ദിവസം ആരാധനയുണ്ട്, ഒരു ശനിയാഴ്ച. ആ ദിവസങ്ങളിലൊക്കെ ഇടയ്ക്കൊക്കെ ആരാധന കണ്ടക്ട് ചെയ്യാനും, അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ റുവൈസിലും മറ്റ് എമിറേറ്റ്സിൽ ഇപ്പോൾ ദുബായിലൊക്കെ വിവിധ ക്യാമ്പുകളിൽ റാസൽ കൈമ, ഫുജൈറ ഇവിടെയൊക്കെ പോയി ഒക്കെ ശുശ്രൂഷ ചെയ്യാനൊക്കെ കർത്താവ് എന്നെ ഒരുക്കിയിട്ടുണ്ടെന്നുള്ളതാണ്. പക്ഷേ ഒരു കാര്യം, ഈ ശുശ്രൂഷകൾക്കൊക്കെ പോകുന്ന ആ ആഴ്ചയിലൊക്കെ എനിക്ക് വലിയ സഹനങ്ങൾ തരുമായിരുന്നു കർത്താവ്. ഓഫീസിലൊക്കെ ശരിക്കും ഒത്തിരി വേദനിച്ചിട്ടുണ്ട് ചില സമയത്തൊക്കെ. കാരണം ഞാൻ കൊടുക്കുന്ന പേപ്പേഴ്സൊക്കെ കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ മാനേജറുടെ അടുത്ത് പോയി കംപ്ലൈൻറ്റ് കൊടുക്കും. പക്ഷേ ചില അവസരങ്ങളിലൊക്കെ എനിക്ക് തന്നെ പ്രൂഫ് കിട്ടിയിട്ടുണ്ട് ഞാൻ പേപ്പർ കൊടുത്തിട്ടുണ്ടെന്നുള്ളതിൻ്റെ. പക്ഷേ എങ്കിൽ പോലും ഞാൻ അവരോട് ആർഗ്യൂ ചെയ്യാനോ അല്ലെങ്കിൽ മാനേജറുടെ അടുത്ത് കൊണ്ടുപോയി പ്രൂഫ് കാണിച്ചു കൊടുക്കാനോ ഒന്നും പോയിട്ടില്ല. കാരണം അതെനിക്ക് ദൈവം തന്നൊരു കൃപയാണ്. കാരണം എനിക്ക് മനസ്സിലായി അത് ദൈവം എന്നെ ശുശ്രൂഷയ്ക്കാൻ വേണ്ടിയിട്ട് ഒരുക്കുന്നതാണ്. അങ്ങനെ ആ സഹനത്തിൻ്റെ ഒക്കെ നിമിഷങ്ങളിൽ കൂടെ കടന്നുപോയി ഒത്തിരി കരഞ്ഞിട്ടുണ്ട്. പക്ഷേ എല്ലാം ദൈവത്തിൻ്റെ സന്നിധിയെ കൊണ്ട് കൊടുക്കുമായിരുന്നു. എൻ്റെ ഓഫീസിലൊരു കൊളീഗ് ഉണ്ടായിരുന്നു, പള്ളിയിലൊന്നും പോകുകയില്ലായിരുന്നു ആൾ. പുള്ളിയായിരുന്നു എന്നെ ഒത്തിരി വേദനിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി. പക്ഷേ പിന്നീട് ആ വ്യക്തി ശരിക്കും നല്ല വിശ്വാസത്തിലേക്കും വന്ന് പള്ളിയിലൊക്കെ പോകാൻ തുടങ്ങി. കരിസ്മാറ്റിക്കിൽ ഇപ്പം ശരിക്കും ആക്റ്റീവായിട്ടുള്ളൊരു മെമ്പറായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ആ സഹനങ്ങളെല്ലാം കർത്താവിന് ആ കുരിശിലെ ബലിയോട് ചേർത്ത് വെച്ച് ഞാൻ ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ ആ പുള്ളിയോടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു എന്നൊക്കെ. പക്ഷേ അതിലൂടെയൊക്കെ ശരിക്കും ഓഫീസിൽ ഒത്തിരി അറ്റ്മോസ്ഫിയറൊക്കെ ആ വ്യക്തിയുടെ മാറ്റത്തിലൂടെ തന്നെ മാറി. ഒത്തിരി നല്ലൊരു അന്തരീക്ഷം ഓഫീസിലൊക്കെ വന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു ഓഫീസ് ജീവിതം എന്ന് പറയുന്നത്. പിന്നെ പറഞ്ഞ പോലെ എനിക്ക് എൻ്റെ വ്യക്തിപരമായൊരു ജീവിതത്തിലെ ഒരു അനുഭവം എന്ന് പറയുന്നത്, എനിക്ക് സമയം കിട്ടുമ്പോൾ ഒക്കെ ഈ സ്പിരിച്വലി പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. വീട്ടിലിരിക്കുമ്പോൾ ഒക്കെ സമയം കിട്ടുമ്പോഴും ഓഫീസിലിരിക്കുമ്പോഴും ഒക്കെ. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഉള്ളിലൊരു പ്രചോദനം എനിക്ക് കിട്ടിയതാണ്. അതായത് പരിശുദ്ധ കുർബാന ഞാൻ അബുദാബി സെൻറ്റ് ജോസഫ് പള്ളിയാണ്. സെൻറ്റ് ജോസഫ് പള്ളിയിലെ സക്രാരിക്കുള്ളിലിരിക്കുന്ന ഈശോയെ എൻ്റെ ഈ അടുത്തേക്ക് നീ നിമിഷം കടന്നു വരണമേ, അങ്ങയുടെ സന്നിധിയിലിരുന്ന് അങ്ങേ ആരാധിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്ന അതേ രീതിയിൽ ഞാൻ പാട്ടൊക്കെ പാടി, തിരികളൊക്കെ കത്തിച്ച് വെച്ചിട്ടാണ് പാട്ടൊക്കെ പാടി ഞാൻ ഈശോയെ എനിക്ക് ആരാധിക്കുമായിരുന്നു, ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു കർത്താവിൻ്റെ മുന്നിലിരുന്ന്. എൻ്റെ മനസ്സിൽ സങ്കല്പിക്കുകയാണ്. യെസ്, അങ്ങനെ സങ്കല്പിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുമ്പോഴും എനിക്ക് ഭയങ്കര ഒരു അനുഭവമായിരുന്നു അത്. ഈശോ ശരിക്കും എൻ്റെ അടുത്ത് വന്നിരിക്കുന്ന ഒരു അനുഭവം എനിക്ക് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഞാനങ്ങനെ പ്രാർത്ഥിച്ചെങ്കിലും ഞാൻ ഇങ്ങനെ വിഷനൊന്നും കണ്ടിട്ടൊന്നുമില്ല ഈശോ വന്നിരിക്കുന്നതായിട്ടൊന്നും. പക്ഷെ ഒരു ദിവസം ഒരു ശുശ്രൂഷ ചെയ്യുന്ന ഒരു ബ്രദർ വീട്ടിൽ വന്നിട്ട് ഈ വ്യക്തി ഞങ്ങളോട് പറയുകയാണ്, ചേച്ചി നിങ്ങളുടെ ടേബിളിൽ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചേക്കുന്നതാണല്ലോ ഞാൻ കാണുന്നതെന്ന്.
എനിക്കത് കേട്ട് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്ക് ഭയങ്കര ഒരു ബോധ്യവും ഭയങ്കര ഒരു സന്തോഷവും തോന്നി. കാരണം എൻ്റെ ഈശോ എനിക്കൊരു കൺവിക്ഷൻ തരുമായിരുന്നു, ഒരു ബോധ്യം തരുമായിരുന്നു. നീ അങ്ങനെ വിളിക്കുമ്പോൾ ഞാൻ നിൻ്റെ അടുത്ത് വരുന്നുണ്ടെന്നുള്ള ഒരു ബോധ്യം ദൈവം എനിക്ക് തരികയായിരുന്നു. അതൊരു വലിയൊരു ആത്മീയ ഒരു അനുഭവത്തിലേക്കും ആത്മീയ വളർച്ചയിലേക്കും ഒക്കെ എന്നെ നയിച്ചൊരു കാലഘട്ടമായിരുന്നു. അങ്ങനെ ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒക്കെ വലിയ അനുഭവങ്ങളാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഓഫീസിലും സമയം കിട്ടുമ്പോൾ ഒക്കെ ഞാൻ ഇരുന്നിങ്ങനെ കമ്പ്യൂട്ടറിൽ ഈശോയുടെ രൂപം, പരിശുദ്ധ കുർബാനയിൽ ഈശോ എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്ന രൂപമൊക്കെ എടുത്തു വെച്ച് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. ആ ആരും ഇല്ലാത്തപ്പോൾ, ഓഫീസിൽ ആരും ഇല്ലാത്തപ്പോൾ ഒക്കെ നല്ല എനിക്ക് ആ സമയത്തൊക്കെ ഒത്തിരി പ്രചോദനങ്ങളൊക്കെ ദൈവം തന്നിട്ടുണ്ട്, പല പല പ്രാർത്ഥനകളും. അപ്പോൾ അതൊക്കെ എൻ്റെ ശുശ്രൂഷകളുടെ മേഖലകളിലൊക്കെ ഞാൻ ആ നിമിഷങ്ങളിൽ കിട്ടുന്ന ബോധ്യങ്ങളൊക്കെ ശുശ്രൂഷയ്ക്കൊക്കെ ആയിട്ട് ഞാൻ ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ക്യാമ്പുകളിലൊക്കെ പോയി സുവിശേഷം പറയുമായിരുന്നു. പ്രൈസ് ആൻഡ് വർഷിപ്പ് നടത്തിയിട്ടുണ്ട്. ദുബായിൽ സോനാപ്പൂരും അൽഖുസിലും പോയിട്ടുണ്ട്. പിന്നെ ബദാസൈദിൽ, റുവൈസിൽ ഇവിടെയൊക്കെ പോയി ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. മക്കളൊക്കെ വിശ്വാസത്തിൽ വന്നവരാണോ? മക്കൾ എത്ര പേരുണ്ട്? മക്കൾ രണ്ടുപേര്. അവരെവിടെയാണ്? മൂത്തവൻ സജില്, ഇളയാള് സനില്. വിശ്വാസത്തിൽ വന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും ഞാൻ പറയും, എൻ്റെ ഫസ്റ്റ് സ്റ്റേജിലായിരുന്ന അവസ്ഥയിലാണ്. അവരും ആ ഇൻക്വിസിറ്റീവായിട്ട് അവർ ആ ചോദ്യമണ്ഡലത്തിലാണ്. ദൈവമുണ്ട്, എന്നാൽ അടുത്ത സ്റ്റെപ്പിൽ അതൊരു റിയാലിറ്റി ആക്കാനുള്ള ശ്രമത്തിലാണ് അവർ. ജീവിതത്തിൽ ദൈവാനുഗ്രഹത്തിലായിരുന്നു. മൂത്താളുടെ കല്യാണം കഴിഞ്ഞു. ജീവിത പങ്കാളി ഞങ്ങളെല്ലാം പ്രതീക്ഷിച്ചതിലും അതിലുപരിയായിട്ട് ഒരു മരിയ ഭക്തയെയും അതുപോലെ തന്നെ വിശ്വാസത്തിൽ ആഴമായിട്ടുള്ളൊരു വ്യക്തിനെയാണ് അവന് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതം നന്നായിട്ട് പോകുന്നു. ഇളയാൾ കല്യാണം കഴിച്ചിട്ടില്ല. അവനും അബുദാബിയിൽ ജോലി ചെയ്യുന്ന ഗവൺമെൻറ് സർവീസിലാണ് അവൻ ആയിരിക്കുന്നത്. ദൈവം അനുഗ്രഹിച്ച് കുറച്ച് വറീസ് അവരെക്കുറിച്ചുണ്ട്. ഞാൻ തുറന്ന് പറയാം, വറീസുണ്ട്. ഈ തലത്തിലോട്ട് അവർ വരണമെന്നുള്ള ഈ പർപ്പസ് ഫില്ലാകണം. അതാണ് എനിക്ക് എല്ലാ യുവാക്കളെ കുറിച്ചുള്ള ആഗ്രഹം. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഒരു സജസ്റ്റീവായിട്ട് ഞാൻ പറയുകയാണ്, നമ്മൾ കോടികളും കോടികളും പള്ളികൾക്ക് വേണ്ടി ചിലവാക്കുന്നതിന് പകരം പല കൺട്രീസിലും നമ്മൾ മിലിറ്ററി ട്രെയിനിങ് കണ്ടിട്ടുണ്ട്, കമ്പൽസറി മിലിറ്ററി. അതുപോലെ സഭ ഇന്ന് ഒരുക്കേണ്ടത് നമ്മുടെ 8ാം ക്ലാസ് കൊടുങ്ങി 12 വരെ ഉള്ളവർക്ക് ഒരു ക്രിസ്ത്യൻ വാല്യൂസിലുള്ള ദൈവാനുഭവത്തിൻ്റെ ഒരു പീരീഡാക്കി മാറ്റാൻ വിധത്തിൽ ഒരു കമ്മ്യൂണിറ്റി ബിൽഡപ്പ് നടക്കണം. ഇത് സെക്യുലർ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ഓരോരുത്തരും ആയിരിക്കുമ്പോൾ നമ്മുടെ തന്നെ വിശ്വാസത്തിന് മുന്നിൽ നമ്മൾ ഒത്തിരിയേറെ മറ്റു കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ സെക്യുലറിസത്തിലോട്ട് പോകുക ഇല്ല. ജീവിക്കുന്ന ക്രിസ്തു അവൻ ദൈവമാണ്. അത് ആ ബോധ്യം കൊടുക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ് നമ്മുടെ ജീവിതത്തിലൂടെ. അതിനായിരിക്കണം ഏറ്റവും, അതാണ് യഥാർത്ഥ ഇവാഞ്ചലൈസേഷൻ. അതായത് അങ്ങ് പറഞ്ഞു വരുന്നതനുസരിച്ച് ഇപ്പോഴുള്ള സൺഡേ സ്കൂൾ പാഠ്യപദ്ധതിക്ക് അനുസരിച്ച് ഒരു കുട്ടിക്ക് 12ാം ക്ലാസ് വരെ എത്തുമ്പോഴേക്കും ഈശോയുമായിട്ട് കാര്യമായ ഒരു ബന്ധവും ഉണ്ടാകുന്നില്ല എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞു വരുന്നത്. അതെ, ഒരു ബന്ധവും ഉണ്ടാകുന്നില്ല. അതിലുപരിയായിട്ട് ഞാൻ പറയുന്നു, ഒരു ലൈഫ് സ്റ്റൈലിൽ ഞാൻ പറയുന്നു, നമ്മൾ എല്ലാവരും ഒരു 8ാം ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു 13 വയസ്സ് വരെ മാതാപിതാക്കളുടെ കൂടെയാണ്. മാതാപിതാക്കൾ അതിൻ്റെ ഇതിലോട്ട് അവരെ വളർത്തിക്കൊണ്ടുവരുമ്പോൾ ഇനി അവരെ കൺവിക്ഷനിലോട്ട് വളർത്തേണ്ട ഒരു സ്റ്റേജാണ്. അത് ഞാൻ പറയുന്നത് സെമിനാരി ലൈഫ് എന്ന മാതിരി ഒരു ലൈഫ് സഭ അവർക്ക് ഒരു കമ്മ്യൂണിറ്റി കൊടുക്കട്ടെ. യുവാക്കൾക്ക് കന്യാസ്ത്രീ മഠത്തിൽ പോകണം, കന്യാസ്ത്രീയോ അച്ഛനാകാനല്ല പോണേ, അത് ദൈവമാണ് വിളി, അത് ദൈവമാണ് വിളി. വിളിയില്ലാത്തവർ അവിടെ എത്തില്ല. അത് പിന്നീടുള്ള സ്റ്റേജ്. പക്ഷേ ജീവിതത്തിൻ്റെ തലങ്ങളിൽ ക്രിസ്ത്യൻ വാല്യൂസ് നിറഞ്ഞ ഒരു വലിയൊരു കമ്മ്യൂണിറ്റി പടുത്തുയർത്തുന്നതിനുണ്ടെങ്കിൽ ഞാൻ എൻ്റേതല്ല, എൻ്റെ സ്രഷ്ടാവിൻ്റെയാണ്. അവനൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിക്ക് അനുസരിച്ച് അവൻ നയിക്കുന്ന വഴികൾ ജീവിക്കാനുള്ളതാണ്. ആ ബോധ്യങ്ങളിൽ നിന്ന് അതിൽ നിന്ന് അവന് കൊടുക്കേണ്ടത് ക്രിസ്തുവിനൊരു റിയാലിറ്റി. ഈ ഒരു പ്രോസസ്സിനുള്ള ഒരു മാർഗം സഭ കണ്ടെത്തണം.
അതാണ് ഇവാഞ്ചലൈസേഷൻ എന്ന് ഞാൻ പറയും. അതാണ് ഇവാഞ്ചലൈസേഷൻ എന്ന് വെച്ചാൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ രക്ഷകന്റെ മിഷനിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞ 3 തലങ്ങൾ ഇവാഞ്ചലൈസേഷൻ. ക്രിസ്തുവിനെ ഒട്ടും അറിയാത്തവർ, നമ്മൾ തന്നെ അറിയുന്നവർ, നമ്മുടെ കത്തോലിക്ക സഭയിൽ നിന്ന് അകന്നുപോയവർ, ഈ 3 തലങ്ങളിലുള്ളതുണ്ട്. എൻ്റെ തന്നെ ഇവാഞ്ചലൈസേഷൻ നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്നെ ഒരു സെക്യുലർ കമ്മ്യൂണിറ്റിയിലാക്കിക്കൊണ്ട് ഒരു ബോധ്യമില്ലാത്ത സ്റ്റേജിലോട്ട് വിടുകയാണെങ്കിൽ അത് ഒരു എന്താ പറയുക, നമ്മൾ ടോട്ടലായിട്ട് നമ്മളെ ഒരു തെറ്റിലോട്ട് വിടുകയാണ്. എന്താണെന്ന് വെച്ചാൽ ലോകം അത്ര സ്ട്രോങ് ആണ്, അതിൻ്റേതായ പ്രിൻസിപ്പിളിൽ ഈ ലോകത്തെ മാത്രം ആശ്രയിക്കുന്നത്. പക്ഷേ നമ്മുടെ ലക്ഷ്യം അൾട്ടിമേറ്റ് ആണെന്നുള്ളത് ഈ ബോധ്യം കൊടുക്കണം. അതിനുള്ള ഫെസിലിറ്റേഷനാണ് സഭ എന്നും ചെയ്യേണ്ടത്. ഈ 12 ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ഇപ്പോൾ പൊതുവിൽ കണ്ടുവരുന്ന ഒരു കാര്യം, ഈശോ മിശിഹായ ഏക രക്ഷകനാണെന്ന് അവർക്കൊന്നും അറിയില്ല. പരിശുദ്ധ ത്രിത്വം എന്താണെന്ന് അവർക്ക് അറിഞ്ഞുകൂടില്ല. ത്രിത്വത്തിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. ഒരുപക്ഷെ അവരെ പഠിപ്പിക്കുന്നവർക്കും ഈ കാര്യങ്ങളെക്കുറിച്ച് കാര്യമായ അവബോധമുണ്ടെന്ന് തോന്നുന്നില്ല. അവർ സ്കൂളിലെ പരീക്ഷയ്ക്ക് വേണ്ടി കുട്ടികൾ തയ്യാറെടുക്കുന്നു, മത്സരബുദ്ധിയോടെ പഠിക്കുന്നു, കൂടുതൽ മാർക്ക് മേടിക്കുന്നു, എന്ന സമ്മാനം കിട്ടുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ സൺഡേ സ്കൂളുകളിലും ഇതുപോലെ തന്നെ എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ പഠിക്കുന്നു, മത്സരബുദ്ധിയോടെ പരീക്ഷ എഴുതുന്നു, അതിൽ 1ാം സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം. ചിലരെങ്കിലുമൊക്കെ രൂപതയിലെ ഏറ്റവും ബെസ്റ്റ് സൺഡേ സ്കൂൾ ആണെന്നുള്ള ഒരു അവാർഡിന് വേണ്ടിയിട്ടൊക്കെ കിണഞ്ഞ് പരിശ്രമിക്കുന്നു. അപ്പം ഇതിൻ്റെ എല്ലാം ഇടയിൽ ഈശോ എന്ന ആ സത്യം അവിടെ എല്ലാം തമസ്കരിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ 12 ക്ലാസ് കഴിഞ്ഞ് കഴിയുമ്പം വാസ്തവത്തിൽ അവർക്ക് ഈശോ മിശിഹായായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ പൊതുവിൽ നമ്മൾ 12ാം ക്ലാസ്സിലെ കുട്ടികളുടെ കൂടുതൽ നമ്മൾ ഇതും അബ്രഹാമിക് റിലീജിയനാണ്, അതിന്റെ ഭാഗമാണ്, അങ്ങനെയൊക്കെയുള്ള പ്രബോധനങ്ങളും കൂടി വരുമ്പോൾ വാസ്തവത്തിൽ ഇന്ന് നമ്മുടെ പെൺകുട്ടികളെ നമുക്ക് പലരും ചതിവിൽപ്പെടുത്തി കൊണ്ടുപോകുന്നതിന്റെ പിന്നിൽ ഇങ്ങനെയുള്ള ചില, നമ്മളെല്ലാം ഒന്നാണ്, ഒറ്റ ദൈവത്തിന്റെ മക്കളാണ്, അങ്ങനെയുള്ള ചില ആശയങ്ങളും കൂടെ അവര് ഇങ്ങോട്ട് പകർന്നു കൊടുക്കുമ്പോൾ നമ്മുടെ പിള്ളേർക്കത് ഈ മോങ്ങാനിരിക്കുന്ന പട്ടിയുടെ തലയിലോട്ട് ഒരു തേങ്ങയും കൂടെ വീണെന്ന് പറഞ്ഞതുപോലത്തെ ആ ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കും. പക്ഷെ ശരിക്കും ഇതിനുള്ളൊരു പരിഹാര മാർഗം എന്താണ്? നമ്മൾ ഈശോയെ സ്നേഹിക്കണം, ഈശോയുമായിട്ടുള്ള ഒരു വ്യക്തിപരമായ ബന്ധം നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഉണ്ടാക്കിയെടുക്കണം. ആ രീതിയിലേക്ക് നമ്മുടെ സൺഡേ സ്കൂൾ പാഠ്യപദ്ധതികളിൽ വ്യത്യാസം വരുത്തണം. അതിന് എന്താണ് മാർഗം? എൻ്റെ ഒരു അഭിപ്രായത്തില് വചനത്തിന് നമ്മൾ അധികം പ്രാധാന്യം കൊടുക്കുന്നില്ല. ഓരോ ക്ലാസ്സിൻ്റെയും ഓരോ ലെസന്റെ അടിയിൽ ഓരോ വചനങ്ങളുണ്ട്, പക്ഷെ അത് പോരാ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്. ഇപ്പം മറ്റ് ഡിനോമിനേഷനിലുള്ള അല്ലെങ്കിൽ മറ്റ് സഭകളിലുള്ളവരൊക്കെ വചനത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ കാറ്റഗിസത്തിൽ നമ്മൾ വചനത്തിന് അങ്ങനെ പ്രാധാന്യം കൊടുക്കുന്നില്ല. ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണ് ഈ വർഷം പഠിപ്പിക്കുന്നത്, ജിമ്മി 12-ൽ. ഞാൻ വിചാരിക്കുക, ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ടാവും, ഈ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ച് ആ 1ാം ക്ലാസ്സിലെ മാസത്തിൽ ഒരു ദിവസമെങ്കിലും ആ ഒരു ദിവസം ബൈബിൾ വായനയ്ക്ക് വേണ്ടി മാറ്റി വെച്ചാൽ ആ കുട്ടി 12ാം ക്ലാസ് ആകുമ്പോഴത്തേനും മിനിമം ഒരു പ്രാവശ്യമെങ്കിലും ആ കൊച്ചിന് ബൈബിൾ വായിച്ച് തീർക്കാൻ പറ്റും കാറ്റഗിസത്തിൽ. അതിൽ നിന്ന് തലം മാറി ചിന്തിക്കണം. പരമപ്രധാനമായ ഒരു ലക്ഷ്യത്തിലേക്ക് നിങ്ങളുടെ ജീവിതങ്ങളെ കർത്താവ് നയിക്കട്ടെ. വളരെ സന്തോഷം. നിങ്ങൾ രണ്ടുപേരും കുടുംബമായി ഇവിടെ വന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് നമ്മുടെ പ്രേക്ഷകരോട് ജീവിതാനുഭവങ്ങളൊക്കെ പങ്കുവെച്ച് ദൈവം നിങ്ങളെ നടത്തിയ വഴികളൊക്കെ പറഞ്ഞു. അത് അനേകർക്കത് വളരെ പ്രചോദനമായിട്ട് മാറുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കുടുംബങ്ങൾ ഇതുപോലെ ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് കർത്താവിൻ്റെ വേലയിൽ നിൽക്കുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങളുടെ ശുശ്രൂഷകളെ, എല്ലാ മേഖലകളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ നമുക്ക് മറ്റൊരു തീ പിടിച്ച വ്യക്തിയുമായിട്ട് കണ്ടുമുട്ടാം. അതുവരെ കർത്താവ് തൻ്റെ കൃപയിൽ നമ്മളെ സൂക്ഷിക്കട്ടെ.